നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സർക്കാരിൻ്റെ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ 2024 ജനുവരി മുതൽ നമുക്ക് ആനുകൂല്യം ലഭിക്കാനുണ്ട്. 6 മാസത്തെ തുക വരുമ്പോൾ ഏകദേശം 9,600 രൂപയോളം വ്യക്തികൾക്ക് ലഭിക്കാനുണ്ട്. ഈ തുക ഘട്ടം ഘട്ടമായിട്ട് നൽകുന്നതിനുള്ള കാര്യങ്ങൾക്ക് സർക്കാർ തുടക്കം കുറിച്ചു. ഈ മാസം മുതൽ തന്നെ ഗഡുക്കളുടെ വിതരണം ഉണ്ടാകും. ഒന്നോ അതിലധികമോ മാസങ്ങളിലേക്ക് ഒരുമിച്ച് നൽകുകയും പ്രത്യേക വിശേഷ സമയത്ത് നിശ്ചിത മാസങ്ങളിലേക്ക് ഒരുമിച്ച് അനുവദിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഇനി മുതൽ തുടർന്ന് എല്ലാ മാസങ്ങളിലും ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടായിരിക്കും. ഏറ്റവും കുറഞ്ഞത് 1,600 രൂപ തന്നെ സാധാരണക്കാരുടെ കൈവശം എത്തിച്ചേരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പെൻഷൻ കുടിശ്ശികയായത് ഇലക്ഷനിൽ തിരിച്ചടിയായത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അവലോകനത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇത്തരം നിർണായക തീരുമാനങ്ങളിലേക്ക് സർക്കാർ പ്രവേശിച്ചിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതവും നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണ് പലർക്കും 1,600 രൂപയോളം ലഭിക്കുന്നത്. അതായത് മൊത്തം ലഭിക്കേണ്ട 1,600 രൂപയിൽ 300 രൂപ അല്ലെങ്കിൽ 500 രൂപ അതല്ലെങ്കിൽ 400 രൂപയൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം കൂടി ചേർത്താണ് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ചിലർക്ക് അക്കൗണ്ടിൽ പണം എത്താത്തതൊക്കെ ഉൾപ്പെടെയുള്ള ചില തകരാറുകൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചില മേഖലകളിൽ ഗുണഭോക്താക്കളുടെ ആധാർ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പഞ്ചായത്ത് ആവശ്യപ്പെടുന്നതനുസരിച്ചാണിത്. അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കൃത്യമായിട്ട് പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ ആധാറിൻ്റെ കോപ്പി നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആവശ്യപ്പെടുന്നവർ മാത്രം, ചില പഞ്ചായത്തുകളൊക്കെയാണ് ഇത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ആധാർ വഴിയുള്ള കേന്ദ്ര പെൻഷൻ വിതരണം ആയതുകൊണ്ട് തുക നഷ്ടപ്പെടുത്താതിരിക്കാൻ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും 10 ലക്ഷത്തിൻ്റെ അപകട ഇൻഷുറൻസ് കവറേജ് ലഭ്യമാക്കുന്ന സ്കീമുകൾ പോസ്റ്റ് ഓഫീസ് വഴി നടപ്പിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉൽപ്പാദന വിതരണ സേവന മേഖലയിലെല്ലാം ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ഈ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവറേജ് ലഭിക്കും. 555 രൂപയോളം ഒരു വർഷം മുടക്കിയാൽ 10 ലക്ഷത്തിൻ്റെ കവറേജാണ്. അതോടൊപ്പം തന്നെ അപകടത്തിൽ ഭാഗിക വൈകല്യം, പൂർണ്ണ വൈകല്യമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ 100% ഇൻഷുറൻസ് തുക നമുക്ക് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോമിനിയുടെ വിവരങ്ങൾ ഇൻഷുറൻസിന് വേണ്ടി കൃത്യമായിട്ട് നൽകേണ്ടതുണ്ട്. ജനനതീയതി ഉൾപ്പെടെ നോമിനിയുടെ ഇതിനു വേണ്ടി ആവശ്യവുമാണ്. കാര്യങ്ങൾ തീർച്ചയായിട്ടും പോസ്റ്റ് ഓഫീസ് വഴി അന്വേഷിക്കുക. താല്പര്യമുള്ളവരെല്ലാം ഇത്തരം പദ്ധതികളിലേക്ക് ചേരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യുക. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അതോടൊപ്പം തന്നെ മറ്റ് നിരവധി സഹായങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തും രാജ്യത്തെമ്പാടും പുതിയ പാർപ്പിട പദ്ധതികൾ നിലവിൽ വരികയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതി കൂടുതൽ ശക്തമാക്കുകയാണ്. നമ്മളുടെ സംസ്ഥാനത്തും കൂടുതൽ പാർപ്പിടങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് അനുവദിക്കും. 2 കോടിയോളം പാർപ്പിടങ്ങളാണ് രാജ്യത്ത് നിർമ്മിച്ച് നൽകുന്നത്. ഇതിൽ നമ്മുടെ സംസ്ഥാനത്തേക്കും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ടാകും. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ കാർഡ് എടുത്ത 100 പ്രവൃത്തി ദിനങ്ങൾ നമ്മളുടെ വീടുകളിൽ പൂർത്തീകരിക്കാം. ഒരു ദിവസം 346 രൂപ വീതം അങ്ങനെയും നമ്മളുടെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരും. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിന് പുറമെ സംസ്ഥാന സർക്കാരും നിശ്ചിത അനുപാതത്തിൽ ഇതിനുവേണ്ടി തുക വിനിയോഗിക്കും. അങ്ങനെ വരുമ്പോൾ പാർപ്പിടം പാതി വഴിയിൽ ഇപ്പോൾ നിർത്തിയിട്ടുള്ളവരുണ്ട്. അതോടൊപ്പം തന്നെ ഇനി പാർപ്പിടത്തിന് വേണ്ടി അപേക്ഷ വെച്ചിട്ടുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്കായിരിക്കും ഇതിൽ മുൻഗണന ലഭിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക.